സോ ഗൈസ്, ഇന്നാണ് എൻ്റെ SMK യൂണിവേഴ്സിറ്റി ലിത്വാനിയ ഫൈനൽ ഡേ. സോ ഹൗ ഡു യു ഗൈസ് ഫീൽ? വളരെ വിഷമമുണ്ട് ശ്രീവിദ്യ. എന്താ മിസ് ചെയ്യും? റിയലി? ഉറപ്പായിട്ടും ശ്രീവിദ്യ വളരെ വളരെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. വളരെ കിടിലമായിരുന്നു, വളരെ പൊളിയായിരുന്നു. പക്ഷെ ഇനി ശ്രീവിദ്യ അതെ അത് ഞാനും പറയുന്നുണ്ട്. ബിരിയാണിയോ? ശ്രീവിദ്യ ബിരിയാണി കുക്ക് ചെയ്ത് തരാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും ബിരിയാണി കുക്ക് ചെയ്ത് തരാണ്ട് പോകാൻ പറ്റില്ല ഇവിടെ. Hi, so welcome to my very first vlog of 2026. This year I'm gonna turn 23. Oh my god. അമ്പോ സമയം ഇങ്ങനെ പറക്കുക അല്ലേ. സോ എൻ്റെ ഈ ഒരു വർഷം ഞാൻ എൻ്റെ കൺട്രി നമ്പർ 4 സെലിബ്രേറ്റ് ചെയ്തത്. ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഈ മന്തിൽ ഐ എം ഗോയിങ് ബാക്ക് ടു റീഗ, ലാറ്റ്വിയ. സോ ഇതെൻ്റെ ലിത്വാനിയയിലെ ലാസ്റ്റ് വ്ളോഗ് ആയിരിക്കും. ഞാനിവിടെ 5 മാസമായിട്ട് ലിത്വാനിയയിൽ. അപ്പോൾ ദിസ് ഈസ് മൈ 3rd വ്ളോഗ് ഇൻ ലിത്വാനിയ. ഈ ഒരു 5 മാസം എൻ്റെ അബ്രോഡ് വന്നിട്ടുള്ളൊരു കാം എറയായിരുന്നു. കാരണം ഒരുപാട് സ്ട്രെസ്സില്ല, കാരണം എനിക്ക് ഇവിടെ വർക്കിന് പോകേണ്ട ആവശ്യമില്ല. സോ നല്ല ഗുഡ് ഫുഡ്, ഗുഡ് മൂഡ്, പിന്നെന്താ കുറച്ച് മടിയൊക്കെ ആയിട്ട് പ്രോക്കാസ്റ്റിനേറ്റൊക്കെ ചെയ്ത് നമുക്കിഷ്ടപ്പെടുന്ന രീതിക്കൊക്കെ തോന്നുമ്പോൾ എഴുന്നേറ്റാൽ മതി, തോന്നുമ്പോൾ കിടന്നാൽ മതി, അങ്ങനെയൊക്കെ ഞാൻ എന്നെ തന്നെ കുറച്ച് സെൽഫ് കെയർ. ഒരുപാടൊക്കെ പ്ലാൻ ഉണ്ടായി ഈ 5 മാസത്തിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, പക്ഷേ അതിലൊരു 50% നടന്നുള്ളൂ. ബട്ട് ദാറ്റ്സ് ഓക്കെ. ബട്ട് ഞാൻ അതിൻ്റെ ഒരു ബേസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ തീരെ നടക്കാണ്ട് പോയൊരു കാര്യം എന്ന് വെച്ചാൽ മൈ സ്ലീപ്പ് സ്കെഡ്യൂൾ. സോ എൻ്റെ ഈ 2026 എനിക്ക് എൻ്റെ സ്ലീപ്പ് സ്കെഡ്യൂൾ റെഡിയാക്കണമെന്നുണ്ട്. ഹോപ്പ്ഫുള്ളി വർക്കും ബാക്കി കാര്യങ്ങളൊക്കെ ബിസി ആകുമ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്ലി ആ റുട്ടീൻ ഫോളോ ആവുമെന്നാണ് എൻ്റെ ഒരു ഇത്. നോക്കാം. ആൻഡ് ഈ 2026 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. എല്ലാവരുടെ ഡ്രീംസൊക്കെ എല്ലാവർക്കും ഫുൾഫിൽ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവരും ഹാപ്പി മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഐ വാണ്ട് ഷോ യു വൺ തിങ്. ഇതെൻ്റെ 2026 ഡയറിയാണ്. ലാസ്റ്റ് ടൈം ഞാനൊരു ഇയർ ഡയറി വാങ്ങിച്ചത് 2021 or 2023. I think it's 2021 I think. അതിനുശേഷം ഞാൻ ഡയറീസ് വാങ്ങിച്ചിട്ടുണ്ട്, ബട്ട് ഒരു ഇയർ ഡയറി ഒന്നും വാങ്ങിച്ചിട്ടില്ല. ആൻഡ് സംഹൗ ഈ ഡയറി വാങ്ങിച്ചൊരു സ്റ്റോറി ഉണ്ട്. വൺ ഡേ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഭയങ്കര ടയേർഡായിട്ട് തിരിച്ച് വരിക. അപ്പോൾ റൂമിൻ്റെ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പാട്ടോ ഇത്. ആൻഡ് സംഭവം എനിക്ക് ലൈബ്രറീസൊക്കെ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഈ ബുക്ക് സ്റ്റോഴ്സൊക്കെ ഭയങ്കര എനിക്കെന്തോ ക്രേസുള്ള സംഭവം. അപ്പോൾ ഞാൻ വരുന്ന വഴി പെട്ടെന്ന് അന്ന് ഞാൻ ഭയങ്കര ടയേർഡാണ്. ആക്ച്വലി ഞാൻ അവിടെ കയറേണ്ട ഒരു ആവശ്യമില്ല, ബട്ട് സംഭവം ഞാൻ ആ ഷോപ്പിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഇതൊരു വലിയ സംഭവം കഥയൊന്നുമില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറയാം. അപ്പോൾ ഞാൻ ആ ഡോറിൻ്റെ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് ആ ഡോറ് ഓപ്പണായി. അപ്പം ഞാൻ എനിക്കറിയില്ല, ഞാൻ നേരെ പോകണ്ട, എൻ്റെ റൂമിലോട്ട് പോകുന്നതിന് പകരം ഞാൻ ആ ഡോറിൽ ചുമ്മാ കയറി. അപ്പം ഞാൻ അന്നൊരു ആവശ്യമില്ല. ഇപ്പം ഞാൻ ചുമ്മാ കയറി ഞാനിങ്ങനെ അവിടുത്തെ ബുക്സൊക്കെ നോക്കി. ആൻഡ് പെട്ടെന്ന് ഈ ബുക്ക് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സ്പാർക്ക് അടിച്ച്. എനിക്കത് അവിടെ വിട്ടിട്ട് വരാൻ തോന്നിയില്ല. ആൻഡ് ഐ തോട്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് ഈ ഒരു 5 മാസം കഴിഞ്ഞാൽ പോവില്ല. അപ്പം ഇവിടുത്തെ ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടും പിന്നെ ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമല്ലേ ഒരു ഇയർ ഡയറി വാങ്ങിക്കുന്നത്, അപ്പം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് വൈ ഐ ബോട്ട് ദിസ്. ആൻഡ് ഭംഗിയില്ലേ, നല്ല രസമില്ലേ. അപ്പം അത്രയേ ഉള്ളൂ. Guys, my first ever coffee date in Vilnius, Lithuania. After 1 week, I'm going back to Latvia. And the Lithuanian life is almost done എന്ന് പറയാം.
ലൈക്ക് ഐ ടോൾഡ് യു ബിഫോർ വാസ് മൈ കാം എറ. ഭയങ്കര ചില്ലായി കൂളായി ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ എന്നെ കുറച്ചും കൂടെ മനസ്സിലാക്കിയത്, എനിക്ക് എന്താണ് ആക്ച്വലി വേണ്ടത്, എന്താണ് ആക്ച്വലി വേണ്ടാത്തത് എല്ലാം മനസ്സിലാക്കിയൊരു കുറച്ച് മാസങ്ങളായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഐ വിൽ മിസ് ദിസ് കൺട്രി. ഐ വിൽ മിസ് മീ ബീങ് ഹിയർ. ആൻഡ് ഈ ഒരു വ്ളോഗ് എൻ്റെ ഈ കഴിഞ്ഞ കുറച്ച് മാസത്തൊരു എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടൊരു വ്ളോഗായിരിക്കും ഇത്. നോക്കാം. സോ ലെറ്റ് മീ എൻജോയ് മൈ സോളോ കോഫി ഡേറ്റ് ഗൈസ്. ബൈ. അങ്ങനെ ഞാനും ശ്വേതയും കൂടെ ഇവിടുത്തെ 3 ക്രോസ് എന്ന് പറയുന്ന ഒരു 3 ക്രോസ് ആക്ച്വലി എന്താ ഹില്ലാണ്, ഹിൽ മൗണ്ടൻ, എന്താ പറയുക അതിന്, ഒരു ഹിൽ കൈൻഡ് ഓഫ്. അപ്പോൾ അവിടെ പോവുക. പിന്നെ രാത്രി പോയിട്ട് വല്ല കാര്യമുണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷെ ചുമ്മാ ഇന്ന് ഞങ്ങൾ വേറൊരു സ്ഥലമായിരുന്നു പ്ലാൻ ചെയ്തത്. ബട്ട് ഗ്രീൻ ലേക്ക്, പിന്നെ അത് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. പിന്നെ ഞാൻ പോവാനായില്ല. അപ്പം ഞാൻ മാക്സിമം ബെസ്റ്റ് പ്ലേസസ് ഒക്കെ കാണാൻ നോക്കുക. അയ്യോ, ഇതിൻ്റെ മേലെ നമുക്ക് വില്ലസിൽ നല്ല വ്യൂ കിട്ടും. ഇങ്ങോട്ടല്ലേ? അയ്യോ, മാൻ വേഴ്സസ് വൈൽഡ് അല്ല, എന്താ അറിയാം ഇതിനിപ്പോൾ. അയ്യോ അയ്യോ, ഈ തണുപ്പത്ത് ശരിക്കും നമ്മൾ ഇത് ഉചിതമായ ഡിസിഷൻ തന്നെയാണോ പോകുന്നത്? മാനസികമാണോ? ആരും മനുഷ്യനും ഇല്ലല്ലോ ഇവിടെ. അഡ്വഞ്ചറസ് എന്നാ ഉദ്ദേശിച്ച കൈ സംസാരിക്കാൻ പറ്റുന്നില്ല. അടുത്തിട്ട് എവിടുന്ന? ഇതാണോ മാപ്പ്? നമ്മളിപ്പോൾ ഇവിടെ നമ്മളിതോടെ വന്ന് ഇവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ സ്റ്റെപ്പ് കാരണം ഇതാ ഇവിടെ നിൽക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി, ഇതാണ് ആ സ്റ്റെപ്പ്. ഇവിടെ എത്തണം അല്ലേ? ഇവിടെ എത്തണം. ഇതാണ് പോയിന്റ്. ദിസ് ഈസ് ദ 3 ക്രോസ്. നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്, ഇതിൻ്റെ അടിയിൽ. ഓക്കെ, എന്നാ പോവാ. 3 അവിടെ. It's beautiful. Actually, നല്ല രസമുണ്ട്. വ്യൂ കാണിക്കും. ഇവിടെ കുറേ ചേർച്ചസുണ്ട്. Cross here. ഈ 3 ക്രോസിന്റെ പിന്നിലെ ഹിസ്റ്ററി നിനക്കറിയോ? അറിയില്ല, എനിക്കിപ്പോൾ കറൻ്റ് അറിയില്ല. പിന്നെ പറഞ്ഞുതരാം. അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ചുമ്മാ ഒരു വ്ളോഗർ എന്ന നിലയിൽ അറ്റ്ലീസ്റ്റ് ഞാൻ അതെങ്കിലും ചെയ്യണ്ടേ ഇല്ലേ? എന്നെ കാണുന്നില്ലല്ലോ. എന്നാൽ നമുക്ക് പോവാം. ഇനി നിന്നാൽ നമ്മുടെ ഇവിടെ ഫ്രീസ് ആവും. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ തുടർച്ച
ഇനി എവിടെയാണെന്ന് എനിക്കറിയില്ല. ബാക്കി ഇതൊരു ലിത്വാനിയൻ എൻ്റെ ഫുൾ ഇതുവരെ 5 മാസത്തെ ഒരു വ്ളോഗാണ്, ഫുള്ള് കൂട്ടിയിട്ടൊരു വ്ളോഗാണ്. ഓക്കെ ബൈ പിന്നെ ബൈ. അയ്യോ ബൈ. അങ്ങനെ മിഡ് നൈറ്റ് അഡ്വഞ്ചറിന് ശേഷം പെട്ടെന്ന് ബിരിയാണിക്ക് ക്രേവ് ചെയ്തു. അങ്ങനെ പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കി ഗൈസ്. ചമ്മ പൊളിക്കാം, പല പൊട്ടിക്കാം. ഭയങ്കര കൊതിയിപ്പില്ലേ ഇന്ന്. അയ്യോ ഇറ്റ്സ് ടൈം ടു പാക്ക് മൈ ബാഗ്സ്. ഞാൻ ലിത്വാനിയയിലോട്ട് വരുമ്പോൾ ഡബിൾ ലഗേജ് ഉണ്ട് ഇപ്പം എനിക്ക്. ഇപ്പം പാക്ക് ചെയ്യാം. ആകെ കൺഫ്യൂഷനാണ്, എവിടെ എന്തൊക്കെ വെക്കണം, ഒരുപാടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. എൻ്റെ കൂടെ ജീവിച്ചവർ എൻ്റെ വീട്ടിലും എൻ്റെ ഹോസ്റ്റലിലും ഉള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ, ഈസ് ദിസ് യു റിയലി? യെസ്, ദിസ് ഈസ് മീ. ഫോർ എ വൈൽ നൗ ഗൈസ് I have been so messy ശ്രീവി. അയ്യോ ബട്ട് എപ്പോഴും അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മെസ്സായിട്ടൊന്നും എനിക്കിരിക്കാൻ പറ്റൂല കേട്ടോ. ഫുൾ കൺഫ്യൂഷൻ. ഇപ്പം എനിക്ക് മാത്രമാണ് ഇങ്ങനെ, നിങ്ങളെങ്ങനെയാണോ പാക്ക് ചെയ്യുമ്പോൾ എന്തെവിടെ വെക്കണം, ഫുള്ളൊരു കൺഫ്യൂഷൻ മോഡ്. എൻ്റെ എല്ലാ നല്ല ഡ്രസ്സും ഈ പെട്ടിയിൽ ഫുൾ വെച്ചേ പറ്റും. പക്ഷെ എൻ്റെ പൊടികൾ അതൊക്കെ ആ ബാഗിൽ വെക്കാം, ബുക്സ് അതിൽ വെക്കാം. ബൂട്ട് ഇവിടെ വെക്കും, ബൂട്ട് ഇതിലൊക്കെ നോക്കേണ്ടി വരുന്നത്. ഞാൻ പറയാം, ഈ ഡ്രസ്സും ബൂട്ട് ഇതിൽ ഫുൾ പിൻ ചെയ്യാം. ബാക്കി എനിക്ക് വേണ്ട സാധനങ്ങൾ ആ ബാഗിൽ എക്സ്ട്രാ ഞാൻ എടുക്കും. മീൻസ് എനിക്ക് അത്ര ആവശ്യമില്ലാത്തത് ബുക്സ് മറ്റേ ബാഗിൽ അതിൽ നമുക്ക് കൊള്ളിക്കാം. ആ സാധനം ഇതിൽ വെക്കേണ്ടി വരും. അത് അതിൽ വെക്കാം. ഓക്കെ ഓക്കെ. എല്ലാ അപ്പർ വിയേഴ്സും ഇതിൽ വെച്ചു. യു കുഡന്റ് ബിലീവ് എത്ര ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ താങ്ക്സ് ടു എൻ്റെ ലാസ്റ്റ് നൈറ്റ് ഇൻ വിൽനസ് ആയിന്ന്. നമ്മളെങ്ങോട്ടാ പോകുന്നത്? നമ്മളെങ്ങോട്ടാ ഒസാസ് മോൾ. അഖിലിനെ കാണുന്നില്ല. അങ്ങനെ ഇന്ന് ആക്ച്വലി വേറൊരു സ്പോട്ടിൽ പോകാനായിരുന്നു പ്ലാൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ ഇങ്ങോട്ടേക്ക് പുറത്തിറങ്ങി. ആൻഡ് ഇവിടെ വന്നപ്പോഴാണ്
സർപ്രൈസിംഗ്ലി ശ്വേത എനിക്ക് നോക്കുമ്പോൾ ഒരുപാട് ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ ട്രൈ ചെയ്യാൻ പറഞ്ഞു. അഖിലൻ ശ്വേത എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്യാൻ വരികയെന്ന് എനിക്കറിയില്ലായിരുന്നു. സോ എനിക്കറിയില്ല എന്താ പറയണ്ടത്. താങ്ക് യു. അറിയില്ല, ഞാനിതൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഒരിക്കലും എന്ന് വെച്ചാൽ യൂഷ്വൽ എന്താ ചുമ്മാ, കാരണം എനിക്കറിയാം ഇപ്പോഴത്തെ ഒരു ഞാനിത് അങ്ങനെ തീരെ എക്സ്പെക്റ്റ് ചെയ്തില്ല. പറഞ്ഞ് കൊളാക്കുന്നില്ല. അപ്പം ഞാൻ ട്രൈ ചെയ്യട്ടെ കേട്ടോ. ആർക്കോ വേണ്ടി. താങ്ക് യു ഗൈസ്, താങ്ക് യു. അയ്യോ എവിടെ സോറ. അപ്പം ഈ പറഞ്ഞിരുന്നു ഞാനൊരു സോറ മോഡലാണ്, അതുകൊണ്ടാണ് നീ എനിക്ക് സാറേന്ന് ഷോപ്പ് ചെയ്ത് തന്നെ നിങ്ങൾ. താങ്ക് യു. പെർഫ്യൂമാ? ഗോഡ്, ഞാൻ പറഞ്ഞ ഓവറോ ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് എനിക്കറിയൂല എന്തൊക്കെ പോലെ. ഗൈസ് ഞാൻ ഇടയ്ക്ക് വരാം, കാണാൻ വരാം നിങ്ങളുടെ, കേട്ടോ. ഗൈസ് അപ്പം ഞാൻ നാളെ പോവാണ്. എന്തൊരു സന്തോഷം, എനിക്കൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ഞങ്ങളുടെ ശ്രീ പോവാണ്. ഞങ്ങക്ക് വിഷമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും, പക്ഷെ സന്തോഷം ശരിക്കില്ലേ? ആയിക്കോട്ടെ. അപ്പൊ നിങ്ങളൊന്നും മിസ് ചെയ്യൂല. അപ്പുറത്തെ ഒരു പറമ്പ് എന്നൊക്കെ പറയാം നമ്മളാണ്. അപ്പുറത്തെ പറമ്പിലാണ്, അതിന് പോണേനാണ് ഇത്രയ്ക്ക്. പക്ഷെ ഞങ്ങള് ഒരു കാര്യം മിസ് ചെയ്യും, ഞങ്ങളുടെ ഷെഫ് പോവാണ്, ഞങ്ങളുടെ മെയിൻ ഷെഫാണ് അല്ലേ, അത് പോവാണ്. അതാണ് ഭയങ്കര ഒരു സങ്കടം ഉണ്ട്. നമുക്ക് കാലത്തൊട്ട് വൈകുന്നേരം വരെ ഫുഡ് ഉണ്ടാക്കി തരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഗൈസ് താങ്ക് യു സോ മച്ച്. ഞാൻ ഇനി വരും കേട്ടോ. അതെനിക്കിഷ്ടായി. ഓക്കെ ഓക്കെ, നോക്കി നടക്ക്. അമ്മ ഞങ്ങളുടെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞതോ നോക്കി നടക്ക്. അതിപ്പോ ഒരാൾ തലകുത്താൻ പോയുള്ളൂ, എന്നിട്ട് പറയുന്നേ ഞാൻ സ്നോ ഉണ്ട് ഇപ്പൊ. ഇല്ല, ചെറുത്. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന മിണ്ടാണ്ട്. അയ്യോ ഒരു സ്നോ പറഞ്ഞിട്ടൊക്കെ എന്താ. എത്ര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം? 4-5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയോടെ തിരിച്ച് ലാറ്റിലേക്ക് പോവാ. സ്വന്തം റിയേക്കല്ലേ? റിഗേക്കോ? ശ്രീവിദ്യയുടെ സ്വന്തം റീഗേക്ക് പോവാ. എല്ലാവിധ യാത്ര ആശംസകളും ബെസ്റ്റ് ആളായിരിക്കും കേട്ടോ. ബസ് എത്തിയിരിക്കുന്നു. ലാസ്റ്റ് ആയിട്ടൊരു ഹോം ടൂർ അല്ല റൂം ടൂർ. റൂം ഗൈസ്. ഹായ്. ഇപ്പൊ കാണാം. ശരി. എന്നാലേ ഇത് Wow.
falls in quiet sand. പിന്നെ കല്യാണത്തിന്റെ You almost leaned in, shadows move